കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ആരെയും ആക്ഷേപിക്കൽ എന്റെ ലക്ഷ്യമല്ല. അറിവില്ലാത്തതിന്റെ പേരിൽ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ ചില സുഹൃത്തുക്കൾ, എന്റെ മാന്യന്മാരായ ചില സഹോദരന്മാർ അവിടുത്തെ മദ്ഹ് പറയുന്നതിനെയും റബീഉൽ അവ്വൽ മാസത്തിൽ ഇത്തരം സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതിനെയും ഒക്കെ വിമർശിക്കാറുണ്ട്. എന്തേ അവർ വിമർശിക്കാനുള്ള കാരണം? ഇന്നലെ അത്തരത്തിലുള്ള ഒരു സഹോദരനുമായി വളരെ സ്നേഹത്തിൽ ഞാൻ കുറച്ച് സംസാരിച്ചപ്പോ അയാൾ എന്നോട് ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിന് വല്ല പ്രത്യേകതയുമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ ചോദിച്ചു, ഒരു പ്രത്യേകതയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അയാൾ പറഞ്ഞു, ഒരു പ്രത്യേകതയും ഇല്ലെന്ന് മാത്രമല്ല, ആ ദിവസത്തെ സ്നേഹിക്കുന്നത് അബദ്ധമാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അയാൾക്ക് ഓതിക്കൊടുത്തു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് ഞാൻ അയാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഏതാ ഹദീസ്? അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാളുടെ ചോദ്യം. എന്താ ചോദ്യം? തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നതിന്റെ അർത്ഥമെന്ത്? തിങ്കളാഴ്ച ദിവസം എന്തിനാണ് നബിയെ നോമ്പ് നോൽക്കുന്നത്? അതിന്റെ രഹസ്യമെന്ത്? അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, ദാലിക യൗമുൻ വുലിത്തു ഫീഹി, ആ തിങ്കളാഴ്ച ദിവസം എന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാകുന്നു. എന്റെ ജന്മദിവസം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും അന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ അവിടുത്തെ ജന്മം ആഘോഷിക്കണമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അത് കൊല്ലത്തിലും പാടില്ലെന്ന് പറയുന്നതിന്റെ രഹസ്യം എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. ആഴ്ചയിൽ ആഘോഷിക്കണം, പിന്നെ കൊല്ലത്തിൽ ഏതായാലും അത് കടന്നു വരുമ്പോ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്ത് കാണാൻ കഴിയും. നമുക്ക് ഇന്ന് ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായമുണ്ടല്ലോ. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ അവിടുത്തെ മദ്ഹ് പാടി പുകഴ്ത്തുന്നത് കാണാൻ ലോകത്തെവിടെയും പോവേണ്ടതില്ല. നിങ്ങളുടെ കീബോർഡിന്റെ മുന്നിലിരുന്നാൽ മതി, നമുക്ക് എത്ര കണ്ടെത്താൻ കഴിയും. അപ്പൊ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചു എന്ന് മാത്രമല്ല, വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്നുണ്ട്. എന്താ വെള്ളിയാഴ്ച? ഇമാം മുസ്ലിം തങ്ങളടക്കമുള്ള, ഇമാം ബുഖാരി അടക്കമുള്ള എല്ലാ ഹദീസ് കിതാബിലും കാണാം ഈ ഹദീസ്. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാകുന്നു. എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത? ആ വെള്ളിയാഴ്ചയുടെ ഒന്നാമത്തെ പ്രത്യേകത ഹദീസിൽ കാണാം. ഫീഹി ഖുലിഖ ആദമു അലൈഹിസ്സലാം, ആ വെള്ളിയാഴ്ചയാണ് ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടത്. ആദിമ മനുഷ്യനായ ആദം നബിയെ സൃഷ്ടിച്ച ദിവസത്തിന് പ്രത്യേകത, ഒരു നബിയുടെ സൃഷ്ടിപ്പ് നടന്ന ദിവസത്തിന് പ്രത്യേകത, റസൂലുള്ള ജനിച്ച തിങ്കളാഴ്ചക്ക് പ്രത്യേകത.